യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. വിധി എന്ന വാക്ക് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്നതാണ്. കോടതി മുറികളിൽ മാത്രമല്ല, ഓരോ നിമിഷവും നമ്മൾ വിധിക്കാറുണ്ട്. ഒരാളെ കാണുമ്പോൾ, കാണാതെ, മനസ്സിൽ വെച്ചുകൊണ്ട് എത്രയോ വിധികൾ, എത്രയോ വാക്കുകൾ നമ്മൾ സ്ഥാപിച്ചെടുക്കാറുണ്ട്. ഇങ്ങനെ പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കാൻ ഈ പരിശുദ്ധ നോമ്പിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുക. നമ്മുടെ നാവിനെ പരിശുദ്ധമായി സൂക്ഷിക്കാൻ ഈ നോമ്പിൻ്റെ കാലയളവ് നമുക്ക് ശ്രദ്ധിക്കാം. ഒരാളിനെക്കുറിച്ച് നമ്മൾ പറയുന്നൊരു കമൻറ്റ്, ഒരാളിനെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു വാചകം, അത് നമ്മൾ കാണുന്നതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. എവിടെയോ വായിച്ചത് ഇങ്ങനെയാണ്: ആരറിഞ്ഞു അവൻ ഒരു അന്ധനാണ് എന്ന്. നമ്മുടെ സൽപ്പേരിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളുടെ ഒക്കെ താളം തെറ്റിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ അന്ധനാണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ, ഈ വിധി സ്ഥാപിച്ചതൊക്കെ വൃഥാവിലാവില്ലേ? അപ്പോൾ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു കമൻറ്റ് പറയുമ്പോൾ ആ വിധിക്കൊരു നീതിയുടെ സ്വഭാവമുണ്ട്, സൗന്ദര്യമുണ്ട്. സ്നേഹമുള്ള ദൈവവേദനെ, ഈ നോമ്പിൻ്റെ കാലയളവിലൂടെ പുൽക്കൂടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും സൗന്ദര്യമുള്ളതാവട്ടെ, നമ്മുടെ ഓരോ വാക്കുകളും കൃപയുള്ളതാകട്ടെ, നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തുന്നതുമായിക്കോട്ടെ. നമ്മളിൽ നിന്ന് അനുഗ്രഹം പുറപ്പെടട്ടെ. വിധികൾ അനുഗ്രഹമാക്കാം, നമ്മുടെ വാചകങ്ങൾ അനുഗ്രഹമാക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം സുന്ദരമാക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.